തിരക്ക് പിടിച്ച് മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭാ നേതാക്കളെ കാണാൻ പോയത് എത്രമാത്രം UDF നേതൃത്വം വഖഫ് ബോർഡിന്റെ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ ക്രൈസ്തവ സഭാ നേതാക്കന്മാരെ പോയി കണ്ട് മുനമ്പം സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരോട് അഭ്യർത്ഥന നടത്തിയതായിട്ടാണ് പത്രങ്ങളിലെല്ലാം വാർത്ത വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം, വഖഫ് ബോർഡിന് വേണ്ടി മുസ്ലിം ലീഗിനെ എങ്ങനെയാണ് സംസാരിക്കാൻ സാധിക്കുന്നത്? മുസ്ലിം ലീഗിന്റെ സഹോദര സംഘടനയാണോ വഖഫ് ബോർഡ്? വഖഫ് ബോർഡിന്റെ അധിനിവേശം മുസ്ലിം ലീഗ് നേതാക്കളുടെ അറിവോടുകൂടിയാണോ കേരളത്തിൽ നടക്കുന്നത്? മുനമ്പത്തെയും വഖഫിന്റെ അധിനിവേശ ഭീഷണി നേരിടുന്ന മറ്റു പല പ്രദേശങ്ങളിലെയും ഭൂമിയെ സംബന്ധിച്ചുള്ള തർക്കം, ആ തർക്കം പരിഹരിക്കേണ്ടത് വഖഫ് ബോർഡാണ്, സംസ്ഥാന ഗവൺമെന്റാണ് എന്നൊക്കെയാണ് ഇതുവരെ ലീഗുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വളരെ പെട്ടെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പോയി ഞങ്ങൾ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിച്ചു കൊള്ളാം. എന്താണ് മുസ്ലിം ലീഗിന്റെ ഫോർമുല ഇക്കാര്യത്തിൽ? സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി പറഞ്ഞതും നിയമസഭാ രേഖകളിൽ ഉള്ളതുമായിട്ടുള്ള കാര്യം മുനമ്പത്തേത് വഖഫിന്റെ ഭൂമി തന്നെയാണ് എന്നുള്ള കാര്യം ലീഗിന് എങ്ങനെ മാറ്റിക്കൊടുക്കാൻ സാധിക്കും? ഈ മുസ്ലിം ലീഗിന് എന്താണ് ഒരു ഭരണഘടനാ ബാഹ്യമായിട്ടുള്ള ശക്തി കേരളത്തിലുള്ളത്? ഒരു അമിതാധികാരം പ്രയോഗിക്കാൻ മാത്രമുള്ള എന്ത് ശക്തിയാണ് കേരളത്തിലെ മുസ്ലിം ലീഗിനുള്ളത്? മുസ്ലിം ലീഗിന്റെ ഏതാനും നേതാക്കൾ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരെ കണ്ടാൽ ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുന്നത്? ന്യായമായ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന് എങ്ങനെയാണ് ഇടപെടാൻ സാധിക്കുന്നത്? അപ്പൊ ഇതുവരെയുള്ള ഭൂമി കയ്യേറ്റങ്ങളെല്ലാം ലീഗ് പറഞ്ഞിട്ടാണോ ഇവിടെ നടക്കുന്നത്? മുസ്ലിം ലീഗിന്റെ അറിവോടുകൂടിയാണോ ഈ ഭൂമി കയ്യേറ്റങ്ങളെല്ലാം വഖഫ് ബോർഡ് നടത്തുന്നത്? മുസ്ലിം ലീഗിന്റെ താൽപര്യപ്രകാരമാണോ വഖഫ് ബോർഡ് ഓരോ സ്ഥലത്തും പുതിയ അധിനിവേശങ്ങൾ പ്രഖ്യാപിക്കുന്നത്, അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്? എന്താണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വച്ച ഫോർമുല? കേരളത്തിലെ ജനങ്ങൾക്ക് അത് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം പലയിടങ്ങളിലും വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ഫോർമുല എന്താണ്? മുസ്ലിം ലീഗിന് എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ സാധിക്കുന്നത്? മുസ്ലിം ലീഗ് എന്ത് മാധ്യസ്ഥമാണ് ഇക്കാര്യത്തിൽ വഹിക്കാൻ ഉദ്ദേശിക്കുന്നത്? മുനമ്പം സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഭാ നേതാക്കന്മാരെ, പിതാക്കന്മാരെ കാണാൻ പോയ മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് തങ്ങളുടെ ഫോർമുല എന്താണെന്ന് പരസ്യമായിട്ട് പറയാത്തത്? കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ മുഴുവൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് കബളിപ്പിക്കാമെന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടല്ലേ ഈ ഒരു യാത്ര ഇന്നലെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മുനമ്പത്തേക്ക് നടത്തിയത്? സഭാ മേലധ്യക്ഷന്മാരെ കാണാൻ ലീഗുകാർ പോയത് ആര് പറഞ്ഞിട്ടാണ്? സർക്കാർ അയച്ചതാണോ? എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം? ഇന്നലെ എന്താണ് ക്രൈസ്തവ സഭാ നേതാക്കന്മാരുമായിട്ട് മുസ്ലിം ലീഗ് നേതാക്കൾ മുന്നോട്ട് വെച്ച ഫോർമുല? മുനമ്പത്തെയും ചെല്ലാനത്തെയും അടക്കം കേരളത്തിൽ ഇപ്പോൾ വഖഫ് ബോർഡ് പുറപ്പെടുവിച്ചിരിക്കുന്ന നോട്ടീസ് കൈപ്പറ്റിയ സ്ഥലങ്ങളിലെല്ലാം ഈ ഫോർമുല ബാധകമാണോ? അപ്പൊ പ്രശ്നം പരിഹരിക്കാൻ അല്ല പോയിരിക്കുന്നത്, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്നുള്ള ഉറപ്പ് വന്നതുകൊണ്ടാണ് ലീഗ് നേതാക്കൾ ഇന്നലെ ക്രൈസ്തവ സഭാ നേതാക്കളുമായിട്ട് ചർച്ചയ്ക്ക് പോയത്. എന്തേ ലീഗുകാർ ഇതിനു മുമ്പ് പോവാതിരുന്നത്? കുഞ്ഞാലിക്കുട്ടി ഇത്രയും ദിവസം എവിടെയായിരുന്നു? പാണക്കാട് തങ്ങൾ ഇത്രയും ദിവസം എവിടെയായിരുന്നു? അപ്പൊ ഇത് ആളുകളെ കബളിപ്പിക്കലാണ്. കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാനുള്ള നീക്കമാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. അവർ ഈ വഞ്ചന തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് സമരം അവസാനിപ്പിക്കാൻ അവർ തയ്യാറാവാത്തത്. ലീഗ് പറഞ്ഞാൽ എങ്ങനെ സമരം അവസാനിപ്പിക്കും? ലീഗ് പറഞ്ഞാൽ വഖഫ് ബോർഡ് കേൾക്കുവോ? വഖഫ് ബോർഡ് അയച്ച നോട്ടീസ് പിൻവലിക്കുവോ?
ലീഗ് പറഞ്ഞാൽ ബാങ്കിൽ പോയാൽ വായ്പ കിട്ടുവോ? ലീഗ് പറഞ്ഞാൽ കരം തീർത്ത രസീത് കൊടുക്കുവോ? ഈ കാര്യങ്ങളെല്ലാം അറിയണ്ടേ? ഇപ്പൊ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ചതിയാണ് ഇന്നലെ നടന്നത്. അത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും വഖഫിന്റെ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിലെ ജനസമൂഹവും അംഗീകരിക്കാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം വഖഫ് നിയമങ്ങൾ പരിഷ്കരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഡിസംബർ മാസത്തിൽ പാർലമെന്റിൽ വഖഫ് നിയമ പരിഷ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ബില്ല് കൊണ്ടുവരുന്നത്, നിയമം കൊണ്ടുവരുന്നത്. അപ്പൊ മുസ്ലിം ലീഗിന്റെ കാപട്യമാണ് ഇന്നലെ പുറത്തു വന്നത്. പരാജയ ഭീതിയാണ് UDF നയിക്കുന്നത്. അതുകൊണ്ടാണ് UDF നേതാക്കൾ ഇന്നലെ വഖഫ് വിഷയത്തിൽ ക്രൈസ്തവ സഭാ നേതാക്കളെ കാണാൻ പോയത്. എന്ത് ഫോർമുലയാണ് അവർ മുന്നോട്ട് വെച്ചത്? എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണും? മുനമ്പത്തും ചെല്ലാനത്തും മാത്രമല്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ, നോട്ടീസ് വന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ഫോർമുല സഹായകരമാകുമോ? ഇത് വ്യക്തമാക്കാൻ മുസ്ലിം ലീഗ് നേതാക്കളും UDF നേതാക്കളും തയ്യാറാവണം. ഈ മുനമ്പത്തിൽ അഫക്റ്റഡ് ആയ രണ്ട് വിഭാഗങ്ങളുടെ നേതാക്കൾ തമ്മിൽ കാണുന്നതിനെ പോസിറ്റീവായിട്ട് അല്ലാതെ എന്താണ് അവർ, ഞാൻ ചോദിക്കട്ടെ, ആളുകളെ ഇപ്പൊ ഇത്രയും ദിവസം എന്താ കാണാതിരുന്നത്? ഞാൻ അത് തന്നെയാണ് ചോദിക്കുന്നത്. ഞാൻ ഇതിനെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു. കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും വിചാരിച്ചാൽ ഈ പ്രശ്നം തീരുവോ? അവർക്ക് എന്താ അധികാരമുള്ളത്? വഖഫ് ബോർഡിന്റെ മുകളിൽ അമിത അധികാരം അവർക്കുണ്ടോ? നിങ്ങൾ ആരും ആ ചോദ്യം ചോദിച്ചില്ലല്ലോ. ഭരണഘടനാ ബാഹ്യമായിട്ടുള്ള ഒരു അധികാര പദവി ലീഗിനുണ്ടോ? നിയമസഭാ രേഖകളിൽ പറഞ്ഞ കാര്യം അവർ മാറ്റുമോ? ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി പറഞ്ഞ കാര്യം അവർ മാറ്റുമോ? കഴിഞ്ഞ ആഴ്ച വരെ VD സതീശൻ പറഞ്ഞത് ഇത് ഞങ്ങളുടെ പ്രശ്നമല്ല, സർക്കാരിന്റെ പ്രശ്നമാണെന്നാണല്ലോ. അപ്പൊ ഇത് സർക്കാരുമായിട്ട് ചേർന്നിട്ടാണോ ലീഗിനെ മധ്യസ്ഥരാക്കിയിരിക്കുന്നത്? മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണോ മുസ്ലിം ലീഗിനെ മാധ്യസ്ഥത്തിന് വിട്ടിരിക്കുന്നത്? മുസ്ലിം ലീഗിന്റെ മാധ്യസ്ഥതയിൽ തീരാവുന്ന പ്രശ്നമാണോ ഇത്? ഇത് പബ്ലിക് ഡൊമൈനിൽ നാട്ടുകാരെ അറിയിച്ചുകൊണ്ട് നടത്തണം. ഇത് രണ്ട് കക്ഷികൾ തമ്മിലുള്ള തർക്കമല്ല. മുസ്ലിം ലീഗ് നേതാക്കളും ക്രൈസ്തവ സഭാ നേതാക്കളും തമ്മിലുള്ള തർക്കമല്ല വഖഫിന്റെ പേരിൽ കേരളത്തിലുള്ളത്. പല സ്ഥലങ്ങളിലും എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആൾക്കാർക്ക് ഈ വിഷയമുണ്ട്. ചേലക്കരയിൽ ഒരു മുസ്ലിം പള്ളിക്ക് തന്നെ ഈ വിഷയമുണ്ട്. ചാവക്കാട് ഹിന്ദുക്കൾക്ക് ഈ വിഷയമുണ്ട്. ഇപ്പൊ പാലക്കാട് ജില്ലയിലെ വഖഫ് അധിനിവേശ സ്ഥലങ്ങളുടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇന്ന് ജനം TVയിൽ അത് മുഴുവൻ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ലീഗുകാർക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ? അപ്പൊ അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ്, വഞ്ചനയാണ്. ഇത്രയും കാലം അവർ എന്തുകൊണ്ട് ഈ മാധ്യസ്ഥത്തിന് മുതിർന്നില്ല? ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ ഈ വിഷയം ഏറ്റെടുക്കുമോ? അല്ല, വർഗീയ ധ്രുവീകരണം എവിടെയാണ് ഈ പ്രശ്നത്തിൽ? ഈ പ്രശ്നത്തിൽ അവരുടെ കിടപ്പാടം പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയമപ്രശ്നമാണ്. എന്താണ് ഇതിൽ വർഗീയ ധ്രുവീകരണം? അപ്പോ ഇത് വളരെ ദുരുദ്ദേശത്തോടു കൂടി മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയതാണ്. ക്രൈസ്തവ സമൂഹത്തെ നിങ്ങൾ എത്ര തവണ വഞ്ചിച്ചു? ഇത് 100%. വേറെ എന്താണ്? അല്ലെങ്കിൽ ഇന്നലെ എന്തിനാണ് പോയത്? നേരത്തെ എന്തുകൊണ്ട് പോയില്ല? നേരത്തെ സർക്കാർ വക്താക്കൾക്കെതിരായിട്ടാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. VD സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ കുഴപ്പമല്ല, LDF ഗവൺമെന്റിന് കുഴപ്പമാണെന്നാണ്. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്തം ഞങ്ങളാരും ലീഗിന്റെ തലയിൽ വെച്ചിട്ടില്ലല്ലോ. എന്തിനാണ് അച്ഛൻ പത്തായത്തിലില്ല എന്ന് പറയുന്നത്? ലീഗുകാരാണ് ഈ വഖഫ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇതിൽ സംശയങ്ങൾ വളരെ ഏറുകയാണ്. ലീഗിന് എന്താണ് ഇതിന്റെ റോൾ? ലീഗിന്റെ താല്പര്യം എന്താണ്? ലീഗ് വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെങ്കിൽ നേരത്തെ ആവാമായിരുന്നില്ലേ? അപ്പൊ ലീഗ് അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്നല്ല ഇതിൽ നിന്ന് വ്യാഖ്യാനിക്കേണ്ടത്. അപ്പൊ ഇത് ആളുകളെ കബളിപ്പിക്കുന്ന സമീപനമാണ്. അത് പറയാതിരിക്കാൻ നിർവാഹനം. പിന്നെന്താ ഉറച്ചേക്കാൻ? അല്ലല്ല, അതൊക്കെ നിങ്ങളുടെ നമ്പർ അവിടെ ഇരിക്കട്ടെ. കൃഷ്ണകുമാർ പറഞ്ഞാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ തട്ടിപ്പ് കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ ഇവിടെ നടത്തുകയല്ലേ. നിങ്ങൾ ഞങ്ങളുടെ കൗൺസിലർമാരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് കൊമ്പുമായിട്ട് ഇതാ ഈ കുടയായിട്ട് ചെന്നിട്ട് നിങ്ങൾ പാർട്ടി മാറുകയാണ്. മൈക്ക് നിങ്ങൾ പാർട്ടി മാറുകയാണ്. ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെ നിങ്ങൾ അങ്ങനെ ചെയ്യുക? നിങ്ങൾ പാർട്ടി മാറുകയാണ്. ഒരു സാധാരണ മാധ്യമ ധർമ്മമല്ലേ അവിടെ? ആ വർത്തമാനം വേണ്ട. വേറെ LDFന്റെ പരസ്യം വന്നിട്ടുണ്ട്. അതിൽ ഈ സന്ദീപ് വാര്യർ മുൻകാലങ്ങളിൽ നടത്തിയ ചില പരാമർശങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നിശബ്ദ പ്രചരണ ദിവസം LDFന്റെ പരസ്യം 2 പത്രങ്ങളിൽ വന്നിരിക്കുന്നത്. അല്ല, ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലോ, ഈ 23 കഴിഞ്ഞാലും അവിടെ തന്നെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. എല്ലാ ഭാവുകങ്ങളും ഞാൻ നേർന്നത് വെറുതെ അല്ലല്ലോ. സന്ദീപ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അതൊക്കെ വ്യാജ സ്ക്രീൻഷോട്ട്. അതൊക്കെ അവര് നമ്മൾ അടിച്ചു തീർക്കട്ടെ.
ബിജെപിക്ക് വേണ്ടിയിട്ടാണ് പരസ്യം കൊടുത്തതെന്നാണ്. ബിജെപിക്ക് വേണ്ടി ഞങ്ങൾ മാതൃഭൂമിയിലും മനോരമയിലും ബാക്കി ഇന്ത്യൻ എക്സ്പ്രസിലും കേരള കൗമുദിയിലും മംഗളത്തിലും ദീപികയിലൊക്കെ പരസ്യം കൊടുക്കും. ഞങ്ങളെ പരസ്യം ഇറങ്ങും. LDF പരസ്യങ്ങളുടെ ബില്ല് കൊടുക്കുന്നത് അതൊക്കെ തോറ്റ് തൊപ്പിടാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം മരണം എപ്രാളത്ത് പറയുന്നതാണെന്നോ. ഞങ്ങൾക്ക് എന്തിനാണ് CPM ഇവിടെ എന്തെല്ലാം നടന്നു? ഇവിടെ മത്സരല്ലേ, കിസ് ഓഫ് ലവ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ വഖഫിന്റെ വഖഫ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ വിഷയങ്ങളിലും ആർട്ടിക്കിൾ 370 CAA ഒക്കെ മത്സരല്ലേ. ഒരു വിഭാഗത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമുള്ള മത്സരമാണല്ലോ എപ്പോഴും നടക്കുന്നത്. ബാക്കിയുള്ളവരുടെ എന്ത് പ്രശ്നം വന്നാലും ഈ രണ്ട് മുന്നണികൾക്ക് പ്രശ്നമില്ലല്ലോ. അപ്പൊ ആ മത്സരം നടക്കട്ടെ. ഞങ്ങളതിൽ എന്തിനാണ് കക്ഷിയാവുന്നത്? ഇവിടെ തമ്മിലുള്ള മത്സരത്തിന് നമ്മൾ കക്ഷിയേരാൻ നമുക്ക് എന്താണ് കക്ഷിയാവേണ്ട ആവശ്യം? ലീഗുകാര്, PFIക്കാര്, ജമാഅത്തെ ഇസ്ലാമിക്കാര്, വെൽഫെയർ പാർട്ടിക്കാരൊക്കെ ഒരു വശത്ത്, PDPക്കാര്, INLകാര്, അങ്ങനെയുള്ള സകല വർഗീയ കോമരങ്ങളും മറുവശത്ത്. അപ്പൊ ഈ രണ്ട് മുന്നണികളും വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ച് ഒരു വിഭാഗത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കടുത്ത മത്സരത്തിലാണ്. അവർ മത്സരിക്കട്ടെ. അതല്ലേ പറഞ്ഞത്. ചോദിച്ചത് പരസ്യമായിട്ടല്ലല്ലോ, രാത്രി പോയിട്ട് കണ്ടു എന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരും അദ്ദേഹത്തോട് ചോദിക്കുന്നില്ലല്ലോ. VD സതീശൻ പരസ്യമായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ കണ്ട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പിന്തുണയ്ക്കുന്നത്. സഞ്ജിത്തിന്റെയും ശ്രീനിവാസന്റെയും കൊലയാളികളുടെ ബന്ധുക്കളെ VD സതീശൻ പോയി കണ്ടു. ഞാനിത് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി? സതീശൻ അതിനെപ്പറ്റി മാത്രം മിണ്ടുന്നില്ല. ഈ ചോദ്യം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ചോദിച്ചപ്പോ എന്തായിരുന്നു, രണ്ട് കൈയൊക്കെ ഉയർത്തി ഞങ്ങൾക്ക് SDP വോട്ട് വേണ്ട. പാലക്കാട് വന്നപ്പോ സതീശൻ നേരെ മലക്കം പറഞ്ഞു. സതീശൻ അതിനെപ്പറ്റി മിണ്ടുന്നേ ഇല്ലല്ലോ. SDP പേര് കേൾക്കുമ്പോൾ തന്നെ സതീശൻ ഹാലിളകുകയാണ്. സതീശ, ഈ തരത്തിലുള്ള രാജ്യദ്രോഹികളുമായി ചേർന്ന് നിങ്ങൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം നിങ്ങളുടെ സർവനാശത്തിലേക്ക് നയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഇരട്ട വോട്ടിന്റെ കാര്യത്തിൽ ഒരു തർക്കം നടക്കുന്നുണ്ട്. അവര് കോടതി പോകുമെന്ന് പറയുന്നു. ഇരട്ട വോട്ട് ചേർത്തത് പ്രധാനമായിട്ടും UDF, അതിനെല്ലാം സഹായം ചെയ്തു കൊടുത്തത് LDF. ഞങ്ങളെ ഇതിൽ ഞങ്ങൾ കക്ഷിയല്ല. ഇരട്ട വോട്ടില്ല. അദ്ദേഹം നിയമാനുസൃതമാണ് വോട്ട് ചേർത്തിരിക്കുന്നത്. ഇരട്ട വോട്ടെല്ലാം തള്ളിക്കാം എന്ന്, അല്ലെങ്കിൽ ഇരട്ട വോട്ടെല്ലാം അവസാനിപ്പിക്കാമെന്ന് MP രാജേഷ് പറഞ്ഞല്ലോ. ഞങ്ങള് അതിനെ സ്വാഗതം ചെയ്യണം. MP രാജേഷിന്റെ ഗവൺമെന്റല്ലേ ഇവിടെ ഭരിക്കുന്നത്. ജില്ലാ ഭരണകൂടം രാജേഷിന്റെ കയ്യിലാണ്. ഇവിടുത്തെ തഹസിൽദാരന്മാരെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് രാജേഷാണ്. ഇവിടുത്തെ വില്ലേജ് ഓഫീസർമാരെയെല്ലാം തീരുമാനിക്കുന്നത് രാജേഷാണ്. ഇവിടുത്തെ BLOമാരിൽ മഹാഭൂരിപക്ഷവും രാജേഷിന്റെ ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് രാജേഷ് ഇത്രയും ദിവസം ഈ ഇരട്ട വോട്ടിന്റെ കാര്യത്തിൽ ശരിയായ ഒരു നടപടി സ്വീകരിക്കാതിരുന്നത്? അപ്പോ അവരുടെ സഹായത്തോടു കൂടിയല്ലേ ഇരട്ട വോട്ട് ഇവിടെ ചേർത്തത്? അത് സത്യമല്ലേ? ലീഗുകാർക്ക് ഇവിടെ വന്ന്, PFIക്കാർക്ക് ഇവിടെ വന്ന് വോട്ട് ചേർക്കാൻ സാധിച്ചത് LDF ഗവൺമെന്റിന്റെ മിഷണറിയുടെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ അത് പരിശോധിക്കട്ടെ. തടയുന്നാണ് പറയുന്നത്. അല്ല, നമുക്ക് നാളെ അറിയാലോ ഈ പറഞ്ഞതിലേക്ക് എത്ര ആത്മാർത്ഥത ഉണ്ടെന്ന്. VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു 10,000 വോട്ടിന് ജയിക്കും, 15,000 ആയാലും അനുഭവപ്പെടാനില്ലെന്ന് പറഞ്ഞു. VD സതീശൻ കഴിഞ്ഞ തവണ ഞങ്ങൾ മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതെ അല്ല, VD സതീശന്റെ മുന്നണി. അതുകൊണ്ട് അവകാശവാദങ്ങൾക്കൊന്നും അടിസ്ഥാനം. ഈ സഞ്ജീവിനെ കൊണ്ട് UDF കുടുങ്ങി ലാസ്റ്റ് ലാപ്പിൽ പരസ്യം വരുന്നു. ഞാൻ എല്ലാ ആശംസകളും നേർന്നു കഴിഞ്ഞു. നന്നായി വരും. പഴയ കാര്യങ്ങളൊന്നും വീണ്ടും ഇങ്ങനെ പറയേണ്ടതില്ല നമുക്ക് സന്ദേഹമാണ്. അത് ഞാൻ പിന്നെ അത് തന്നെ ചോദിക്കണം. ഞാൻ ഇത്രയും നല്ല രീതിയിൽ ഒരു ലാൽസനം പറഞ്ഞില്ല. ഇരുപത്തിമൂന്ന് കഴിഞ്ഞിട്ട് ബാക്കി പറയും. അപ്പോഴാണ് അതിന്റെ ഒരു രസം. ഈ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം താങ്കൾ ചോദിച്ച വിഷയത്തിന് മറുപടി പറഞ്ഞു, എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു കുഴപ്പം? തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും അങ്ങനെയല്ലല്ലോ. അതുപോലെ BJP പ്രസിഡന്റ് അല്ല, ആദ്യം VD സതീശൻ രാജിവെക്കൂല്ലോ എന്ന് പറയട്ടെ. തന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
തോറ്റാ രാജിവെക്കുമോ പ്രതിപക്ഷ നേതൃ സ്ഥാനം? എന്നിട്ട് ചെന്നിത്തലയെ ഏൽപ്പിക്കുമോ? പ്രതിപക്ഷ കൊടുക്കാം. എന്താ സംശയം? രമേശ് ചെന്നിത്തല നല്ല അന്തസ്സുള്ള പ്രതിപക്ഷ നേതാവായിരുന്നു. വേറെ പല ആരോപണങ്ങളും നേരത്തെ ഉയർന്നിരുന്നു. RSS ബന്ധങ്ങളൊക്കെ ഉയർന്നിരുന്നു. നല്ല അന്തസ്സുള്ള പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. ഈ ഉപജാപക സംഘം ഗൂഢാലോചന നടത്തിയിട്ടാണ് അദ്ദേഹത്തെ മാറ്റിയത്. കള്ളിയില്ലാത്ത വിധം പിണറായി വിജയനെ ബുദ്ധിമുട്ടിച്ച ആളാണ്. ഇയാൾ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഇയാൾ പ്രതിപക്ഷ നേതാവാണോ? പത്മജ വേണുഗോപാലിന്റെ ആ വീഡിയോ കണ്ടാൽ അവരുടെ ഉള്ളിൽ നിന്ന് വന്ന വികാരമാണ്. അവരുടെ ഉള്ളിൽ നിന്ന് വന്ന വികാരമാണ്. നമ്മൾ ആരായാലും അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. നമ്മളെ മാതാവിനെ സംബന്ധിച്ച് മാത്രല്ലേ എത്ര കോൺഗ്രസ്സുകാർക്ക് ആ വീട്ടിൽ വെച്ച് വിളമ്പി കൊടുത്ത ഒരു അമ്മയാണ്. ആ മര്യാദയെങ്കിലും ഈ തലതിരിഞ്ഞ ചെറുപ്പക്കാരൻ ആലോചിക്കണമായിരുന്നു. അല്ല, ഇതെല്ലാം കോൺഗ്രസിന് വിനയാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷെ അതിപ്പോഴും തിരിയാത്തത് നിങ്ങൾക്ക് മാത്രമേ. നിങ്ങളിപ്പോഴും BJP 3 മുന്നണികളോടാണ് മത്സരിക്കുന്നത്. 1 UDF, 2 LDF, പിന്നെ 1 നിങ്ങൾ. അതെ, 3 മുന്നണികളോട് മത്സരിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. മാധ്യമ മുന്നണി, LDF മുന്നണി, UDF മുന്നണി. മാധ്യമ മുന്നണി ഒട്ടുമിക്ക ആൾക്കാരും UDF-ുമായിട്ട് സഖ്യത്തിലാണ്. LDF പറഞ്ഞാലും ഞാൻ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. അത് കാണുമ്പോൾ അറിയാലോ നിങ്ങള് എങ്ങോട്ടാണ് നിങ്ങളെ പോക്ക് എന്നുള്ളത് കാണുമ്പോൾ അറിയാലോ. ഇന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞത് മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ കൊടി പാറിപ്പിക്കും. ആ തരത്തിൽ കോടി ഒരു ബൂത്തിലും പാറില്ല. നിങ്ങളിവിടെ എഴുതി വെച്ചോ. മുനിസിപ്പാലിറ്റിയുടെ ഒരു ബൂത്തിലും LDF-ന്റെ കൊടി പാറില്ല. നമുക്ക് കാണാമല്ലോ. 3 മണ്ഡലങ്ങളിൽ ഏതിലൊക്കെയാണ് NDAക്ക് പ്രതീക്ഷയുള്ളത്? 2 മണ്ഡലം ഉറപ്പായിട്ട് ജയിക്കും. വയനാട് ഞങ്ങള് LDF-ന്റെ മുമ്പിൽ പോകും. അവിടെ ഒന്നുമില്ല. LDF ബിഗ് സീറോ. വയനാട്ടിലെ 2ാം സ്ഥാനത്തും ബാക്കി 2 ഇന്ന് CPM ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി. മുത്തന്തലയിലെ ബൂത്തുകളുടെ പേര് നമ്പർ പറഞ്ഞിട്ട് മുൻതിരിച്ചുള്ള കള്ളവോട്ടുകൾ ചേർത്തിരിക്കുന്നത് ഞങ്ങളാ ഞങ്ങൾ കയറി ഇറക്കാൻ പറ്റും. അല്ല, നിങ്ങളുടെ ഒരു വളരെ ശക്തമായ ഏരിയയാണ്. അവിടെ കൃത്യമായി അല്ല, അവിടെയൊക്കെ സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ കയറണം. ഇതിനകത്ത് CPM പറയുമ്പോൾ BJPക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. നിങ്ങൾക്ക് എന്താണെന്നല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാം പരിശോധിച്ചോട്ടെ. ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. UDF-കാര് പറയുന്ന പോലെ പരിശോധിക്കണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഈ RSS-ന്റെ കാര്യാലയം കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ വോട്ട് ചേർക്കപ്പെടും. സാർ, RSS-ന്റെ കാര്യാലയം എന്ന് പറഞ്ഞാൽ ഒരു ആളിലൊഴിഞ്ഞ കെട്ടിടമല്ല. നിങ്ങൾ എന്താണ് RSS-നെ പറ്റി വിചാരിക്കുന്നത്? RSS-ന് ഇവിടെ എത്രമാത്രം ആൾക്കാർ RSS കാര്യത്തിൽ താമസിക്കുന്നു. എന്താ നിങ്ങൾ RSS കാര്യാലയം എന്താണ് ഒഴിഞ്ഞ കെട്ടിടം? RSS-ന്റെ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് 23-ാം തീയതി മനസ്സിലാവും. ഈ പത്രപരസ്യമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് പരസ്യത്തിന്റെ ഗുണം കിട്ടുന്നത് BJPക്കാണ്. ഇതുകൊണ്ട് BJPക്ക് ഈ പരസ്യത്തിന്റെ അല്ലെന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഷയങ്ങളിലും ഉള്ള ഗുണം കിട്ടുന്നത് ഞങ്ങൾ കാണാം. നിങ്ങൾ ഈ ഉയർത്തിക്കൊണ്ടുവരുന്ന എല്ലാ വിഷയങ്ങളിലും ഞങ്ങളെ അടിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന എല്ലാ വടിയും ഈ തെരഞ്ഞെടുപ്പിൽ മാന്ത്രിക ദണ്ഡുകളായിട്ട് ഞങ്ങൾക്ക് കിട്ടുകയാണ്. അതൊന്നും ഞാൻ പറയുന്നത്. എല്ലാ വടിയും ഞങ്ങളെ അടിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന എല്ലാ വടിയും മാന്ത്രിക വടികളായിട്ട് ഇങ്ങോട്ട് ഞാൻ ഗുണകരമായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും നിർത്തുന്നത് നല്ലത്. ഇവിടെ വന്നതിന് ശേഷം സംസ്ഥാന പ്രസിഡന്റ് കൂടെ സന്ദീപ് ഉണ്ടായിരുന്നു. ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ യോഗം വിളിക്കാനൊക്കെ. എന്നിട്ട് പിന്നെ മര്യാദയാണ്. അല്ല, നിങ്ങളല്ലേ ഞാൻ അദ്ദേഹത്തെ അവഗണിച്ചെന്ന് പറഞ്ഞു. നിങ്ങളല്ല, ഇവിടുത്തെ വേറെ കുറച്ച് ആളുകളായിരുന്നല്ലോ. കോഴിക്കോട് കേന്ദ്രീകരിച്ച് കോഴിക്കോട് ലോബിയുണ്ട്. അതിനൊരാളുടെ പേര് പറഞ്ഞു. ഇതൊന്നുമല്ല നീ ഇലക്ഷൻ. നിങ്ങൾ ഇത് എന്നെ ചോദിച്ചു. 23 കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചോദിച്ചു? തോൽക്കൂ എന്നുള്ള നിങ്ങളുടെ സ്വപ്നം മാത്രം. വേറെന്താ? മാധ്യമ മുന്നണി